നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഓലേ 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 നെയ്മ നെയ്മ ചാൻഡാണ് നമ്മൾ ഗിലറ്റ് സ്റ്റേഡിയത്തിൽ ബ്രസീൽ ഫ്രാൻസിൽ നേരിട്ടപ്പോൾ കേട്ടത്. ഇപ്പോൾ നെയ്മറോട് തന്നെ ചോദിക്കുന്നു, US ആളുകൾ നിങ്ങളുടെ പേരാണല്ലോ ചാൻഡ് ചെയ്തത്, എന്തു പറയുന്നു? അദ്ദേഹത്തോടുള്ള ചോദ്യവും ഉത്തരവും കേൾക്കാം. Torcedores pedindo você na seleção, lá na chegada lá nos Estados Unidos. അതാണ് നെയ്മറുടെ മറുപടി. അതിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മൈക്ക് അങ്ങ് എത്തിക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ അത് അത്ര കൃത്യമായി നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. നേരെ വീഡിയോ കാണുമ്പോൾ നെയ്മർ പറയുന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ നെയ്മറോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പേരാണല്ലോ USA ചാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, ഐ എം ഹാപ്പി ഫോർ ദി ലവ്, താങ്ക് യു എന്നാണ്. അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ്, വണ്ടി നിർത്തിയിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. എന്തായാലും നെയ്മർ പറയുന്നു, ഐ എം ഹാപ്പി ഫോർ ദി ലവ്, താങ്ക് യു. ആരാധകരെല്ലായിടത്തും എങ്ങും നെയ്മറെക്കുറിച്ചാണ് പറയുന്നത്. ബ്രസീലിനെ രക്ഷകനായിട്ട് നെയ്മർ വരണം. ഒരു വിഭാഗം ആരാധകരെങ്കിലും ചിന്തിക്കുന്നത് ബ്രസീലിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലി നെയ്മറെ തിരികെ വിളിക്കുക എന്നതാണെന്നാണ്. സംഗതി എന്തായാലും നെയ്മറെപ്പോലൊരു താരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ടീമിന് കോൺഫിഡൻസ് വർദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് അധികം പേരും. നെയ്മറെ കോച്ച് ടീമിലെടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ നെയ്മർ വേൾഡ് കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഗംഭീരമാക്കുന്നു. അതിനു വേണ്ടിയിട്ട് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതായത് നോക്കാം നമുക്ക്. നെയ്മർ തീരുമാനിക്കുന്ന ഒരു കാര്യം, ഇനി ആഴ്ചയിൽ 3 കളികൾ വരുന്ന ഘട്ടത്തിൽ 3 കളികൾ, അതായത് സാന്റോസിന് 3 കളികൾ വരുന്നുണ്ടെങ്കിൽ അത് കളിക്കണ്ട, അപ്പം മറിച്ച് 2 കളികൾ കളിക്കുക. അത് പരിക്ക് പറ്റുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല ഫിറ്റായിട്ട് വേൾഡ് കപ്പിന് പോവുക. അപ്പം എവേ മത്സരങ്ങൾ കളിക്കില്ല, വിലാ ബെൽമിറോയിലെ മത്സരങ്ങൾ മാത്രമേ നെയ്മർ പങ്കെടുക്കൂ എന്ന തരത്തിൽ ആദ്യം വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെയല്ല, എവേ മത്സരങ്ങൾക്കും വേണ്ടി വന്നാൽ നെയ്മറെ പരിഗണിക്കും. പക്ഷെ ഒരാഴ്ചയിൽ 3 മത്സരങ്ങൾ കളിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്ന് മാത്രം. പൂർണ്ണ ഫിറ്റായിട്ട് അദ്ദേഹം വേൾഡ് കപ്പിന് എത്തണം എന്ന് സാന്റോസും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സാന്റോസ് ഈ ഒരു വർക്കിംഗ് സ്കീം അംഗീകരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നെയ്മറുടെ കയ്യിലാണ്. നെയ്മർ ഇനി പരിക്ക് പറ്റാതെ തുടർച്ചയായിട്ട് കളിക്കുകയാണെങ്കിൽ, ഫിസിക്കലി ഫിറ്റാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ കപ്പാസിറ്റിയെക്കുറിച്ചൊന്നും ആർക്കൊരു സംശയവുമില്ല. ഫിസിക്കലി ഫിറ്റാണെങ്കിൽ ആഞ്ചലോട്ടി ടീമിലെടുക്കും, വേൾഡ് കപ്പിന് പോകാനും പറ്റും. നെയ്മർ വേൾഡ് കപ്പിലുണ്ടെങ്കിൽ ബ്രസീലിനതൊരു ബലവുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.